ഇനി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഫ്ത്ത് സെനറിയോ, ഒരു ഫിഫ്ത്ത് കേസിലോട്ട് നമുക്ക് പോവാം. ഇതിനെയാണ് നമ്മൾ പറയുക അൺനോൺ ടു നോൺ കേസ്. അൺനോൺ ടു നോൺ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ എന്തെങ്കിലും ഒരു റോൾ പ്ലേ ഉണ്ടോ? ഒന്നെങ്കിലും റോൾ പ്ലേ അൺനോൺ ആയിരിക്കും, അല്ലെങ്കിൽ റോൾ പ്ലേ നോൺ ആയിരിക്കും. ഈ അൺനോണിൽ തുടങ്ങി നോണിൽ ചെന്ന് അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു റോൾ പ്ലേയിൽ തന്നെ നോണും അൺനോൺ കേസും. അങ്ങനെ ഒരു സംഭവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടുണ്ടായിരിക്കണം, കാരണം നിങ്ങൾ റോൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെനേറിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അതൊരു അൺനോൺ നോൺ എന്ന് പറയുന്ന ഒരു മിക്സ്, ഒരു മെലാഞ്ച് അവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗൈഡൻസ്, അതിന്റെ ഒരു ടിപ്പ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതൊരു അൺനോൺ ടു നോൺ ആയത് എന്ന് പറയുന്നതിന്റെ ഒരു സംഭവം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ഏത് ട്യൂട്ടറിലെടുത്താണോ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാത്തത്. അല്ലെങ്കിൽ ഈ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇന്ന ഒരു കേസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഫോർ എക്സാമ്പിൾ, എന്തായിരിക്കും ഒരു അൺനോൺ ടു നോൺ കേസ് എന്ന് പറയുന്നത്? ഞാൻ 2 സെനേറിയോ പറയാം. ചിലപ്പോൾ നിങ്ങൾക്കത് വളരെ ഇഫക്റ്റീവ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു GP റെഫേർഡ് കേസ്, അതിനെയാണ് നമുക്ക് ക്യാൻ ടേക്ക് വൺ ഓഫ് ദ ക്ലാസിക് എക്സാമ്പിൾസ് ഓഫ് അൺനോൺ ടു നോൺ കേസ്. എന്താ? ഒരു GPയുടെ റെഫറൻസ് മൂലം ഒരു പേഷ്യന്റ് ഒരു സ്ഥലത്തേക്ക് എത്തിയാണ്. അപ്പൊ അതെങ്ങനെയാണ് അൺനോൺ ടു നോൺ കേസ് ആവുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. എന്തായിരിക്കും? നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് നടത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫാസ്റ്റിംഗ് ഷുഗറിന്റെ അതിന്റെ ടെസ്റ്റോ, അല്ലെങ്കിൽ BPയുടെയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലഡ് റിസൾട്ട്സോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് രാവിലെ നമുക്ക് ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കണം. പക്ഷെ നമുക്ക് ജോലിക്കോ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ടെസ്റ്റ് കൊടുത്തിട്ട്, ബ്ലഡ് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റിസൾട്ട്സ് മേടിക്കാൻ വരും. കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ തന്നെ സംഭവം ചെയ്തതാണ്. എനിക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ എനിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ തന്നതിന് ശേഷം അപ്പോൾ ആ റിസൾട്ട് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ എനിക്ക് വേറൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അപ്പം വെൻ വിൽ ബി ദ സംഭവം, ബ്ലഡ് ടെസ്റ്റ് വിൽ ബി റെഡി എന്നുള്ള സംഭവം ചോദിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞു ഒരു 2 hours 3 hours കഴിയുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പോയിട്ട് ഞാൻ പിന്നെ വന്നു. ഇതാണ് ഒരു അൺനോൺ ടു നോൺ കേസിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ. അപ്പോൾ ഈ 2 കേസും മനസ്സിലായി. അപ്പൊ എന്താ സംഭവം? നമുക്ക് ആദ്യത്തെ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ വേണ്ട, നമുക്ക് രണ്ടാമത്തെ സംഭവം എടുക്കാം. എന്താ സംഭവം? നമ്മൾ ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ രാവിലെ വരുന്നു, ഒരു ബ്ലഡ് ടെസ്റ്റ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലബോറട്ടറി ചെല്ലുന്നു, നമ്മൾ ബ്ലഡ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ബ്ലഡിന്റെ റിസൾട്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മൾ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ബ്ലഡ് കൊടുത്തിട്ട് നമ്മൾ ഈവനിങ്ങിലോ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മൾ അതിന്റെ റിസൾട്ട് മേടിക്കാൻ വരുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് അതിന്റെ സംഭവം. അതിന്റെ കാര്യം എന്താ? ആദ്യം നമ്മൾ ബ്ലഡ് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നഴ്സോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വ്യക്തി അല്ല ഉച്ച കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് മേടിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വ്യക്തി. അപ്പൊ ക്ലിയർ ആണോ? ഇതാണ് അതിന്റെ ഒരു സംഭവം. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു സംഭവം? അപ്പൊ നമ്മള് ആ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നോണാണ്, പക്ഷെ അവിടെ ആള് വ്യത്യാസമുണ്ട്. ഞാനെന്ന് പറയുന്ന പേഷ്യന്റിന് അവിടെ ആളിന്റെ വ്യത്യാസമില്ല. പക്ഷെ ബ്ലഡ് കൊടുക്കാനായിട്ട് നമ്മൾ രാവിലെ ചെന്നപ്പോൾ എന്റെ ബ്ലഡ് ഡ്രോ ചെയ്ത ആള് വേറെ, ഉച്ച കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന വ്യക്തി വേറെ. അതാണ് അതിന്റെ ഒരു നോൺ അല്ലെങ്കിൽ അൺനോൺ ടു നോൺ കേസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ചെല്ലുകയാണ്. അപ്പൊ രാവിലെ ബ്ലഡ് കൊടുത്തു, ഞാൻ ഉച്ച കഴിഞ്ഞ് പോവാണ്. അപ്പൊ ഞാൻ ചെല്ലുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അങ്ങ് ചെല്ലുന്നു. ഞാൻ ലാബിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ചോദിക്കും, അവർ ഗുഡ് മോർണിംഗ് ബേസ്ഡ് ഓൺ ദ ടൈം ഫ്രെയിം, അവർ ഗുഡ് മോർണിംഗ് ആണോ, ഗുഡ് ആഫ്റ്റർനൂൺ ആണോ, ഗുഡ് ഈവനിങ് ആണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ ഇരിക്കാൻ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നു. മേക്ക് യുവർ സെൽഫ് സീറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ ആ കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യും? സോ ഗുഡ് മോർണിംഗ്, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്, ഓർ ഹൗ ക്യാൻ ഐ ഹെൽപ്പ്. അപ്പോൾ എന്നിട്ട് നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അതാണ് ചോദിക്കുന്നത്. കാരണം എന്താ? ആ പർട്ടിക്കുലർ സെനേറിയോയിൽ അവിടെ ഇരിക്കുന്ന ആൾക്ക് എന്നെ അറിയത്തില്ല, ആ പേഷ്യന്റിനെ അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയം വരെ അതെന്താണ്? അൺനോൺ ആണ്. ഓക്കെ, കാരണം എന്താ? എന്നെ അറിയത്തില്ല, എന്റെ ഫേസ് അറിയത്തില്ല, ഞാൻ രാവിലെ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെന്നോ ഒന്നും അപ്പോ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു പ്രസന്റ് സെനാറിയോയിൽ ഇരിക്കുന്ന നേഴ്സിനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ലാബ് അസിസ്റ്റന്റിനോ ആർക്കും അറിയത്തില്ല.
ഓക്കെ, അപ്പോൾ ഒരു പുതിയ ആളങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് അവരെ ആ സമയത്ത് ഫോർ ദി ഇനീഷ്യൽ ടൈം നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഗുഡ് മോർണിംഗ് നമ്മളൊരു അൺനോൺ കേസ് എന്നുള്ള രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുക. മേക്ക് യുവർ സെൽഫ് ട്രീറ്റഡ്. മൈ നെയിം ഇസ് ഹരി. ഐ എം വൺ ഓഫ് ദ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ലബോറട്ടറി. ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ക്ലിനിക്. ഐ ആം സംതിങ് എന്നൊക്കെ പറഞ്ഞു തീർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മേ ഐ ഹെൽപ്പ് യു? അപ്പൊ എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോഴാണ് പേഷ്യന്റ് പറയുന്നത്, ഐ എം ഹിയർ ടു കളക്ട് ദ റിസൾട്ട്സ് ഓഫ് മൈ ബ്ലഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഐ എം ഹിയർ ടു കളക്ട് ദ റിപ്പോർട്ട് ഓഫ് മൈ ബ്ലഡ് ടെസ്റ്റ് വിച്ച് ഐ ഹാവ് ഓൾറെഡി ഗിവൺ ഇൻ ദ മോർണിംഗ്. സോ അല്ലെങ്കിൽ ഞാൻ പറയണം, ഐ ഹാവ് ഗിവൺ മൈ ബ്ലഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഫ്രം ഹിയർ ഐ ഹാവ് ഗോട്ട് ആൻ ഇൻഫർമേഷൻ ദാറ്റ് ഐ ക്യാൻ കളക്ട് ദ ബ്ലഡ് റിസൾട്ട്സ് ഫ്രം ദി ആഫ്റ്റർനൂൺ ആൻഡ് ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. അപ്പോൾ ഈ ഒരു സെനേറിയോ അങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു സെനേറിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ആ കേസ് എന്തായി മാറി? നോൺ കേസ് ആയിട്ട് മാറി. ക്ലിയർ ആണോ? ഇവിടെയാണ് ഇതിന്റെ ഒരു ട്രാൻസിഷൻ വരുന്നത്. ഇവിടെയാണ് ഇതിനൊരു നോൺ അൺനോൺ എന്ന് പറയുന്നതിന്റെ ഒരു ലിങ്ക് അവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇന്നതിനാണെന്ന് പറയുമ്പോൾ ഓൾറെഡി ആ പേഷ്യന്റ് അവിടെ വന്നിട്ടുണ്ട്. ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ പേഷ്യന്റ് അവിടെ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ട് പേഷ്യന്റ് പോയി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ വന്നതിന്റെ ആ ഒരു റിസൾട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ റിപ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അത് നോൺ കേസ് ആണെന്ന് മനസ്സിലായതിനു ശേഷം, പക്ഷെ പേഷ്യന്റ് പറയുമ്പോൾ തന്നെ അത് നോൺ കേസ് ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു പേഷ്യന്റ് രാവിലെ വന്നിരുന്നോ, ഇങ്ങനെ ഒരു പേഷ്യന്റ് ഇവിടെ ബ്ലഡ് റിപ്പോർട്ട് കൊടുത്തിരുന്നോ എന്നുള്ള രീതിയിൽ നമുക്കതിനെ ആ ഒരു പേർപ്പസിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് തിങ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി നീഡ് ടു കൺഫേം ദ പേർപ്പസ്. അപ്പൊ എന്ത് ചെയ്യണം? ഓക്കെ ഓൾറൈറ്റ്, സോ ഫോർ ദ പേർപ്പസ് ഓഫ് കൺഫർമേഷൻ ഓർ ഫോർ ദ കൺഫർമേഷൻ പേർപ്പസ് പ്ലീസ് ടെൽ യുവർ നെയിം. അത് പറയാം. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മൾ നെയിം പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ടിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ അവരത് ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി വന്നതാണെന്നും നമ്മൾ രാവിലെ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെന്നും നമ്മുടെ റിസൾട്ട്സ് എന്താവുന്നു? കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ആവുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ബേസ്ഡ് ഓൺ ദ സോ യുവർ ടെസ്റ്റ് റിസൾട്ട്സ് ആർ അവൈലബിൾ. ബേസ്ഡ് ഓൺ യുവർ ടെസ്റ്റ് റിസൾട്ട് എന്താണ് ആ ബ്ലഡ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും സംഭവം ലോ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും കൗണ്ട് കൂടുതലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് ആ പേഷ്യന്റിനെ മനസ്സിലാക്കാം. അപ്പൊ ഐ ഹോപ്പ് എങ്ങനെയാണ് ഒരു റോൾ പ്ലേയിൽ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് കേസ് അല്ലേ, എങ്ങനെയാണ് ഒരു റോൾ പ്ലേയിൽ ഒരു അൺനോണിൽ നിന്നും നോണിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു ടേണിംഗ് പോയിന്റ്, ഒരു ഷിഫ്റ്റ് എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു മെറ്റമോർഫോസിസ്, ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ, IILT, it's my cup of tea.